ദർശനം കഴിഞ്ഞു. ഞങ്ങൾ ഉള്ളിൽ പോയി ദർശനം കിട്ടി തിരിച്ചു വന്നു. ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് മിസ്റ്ററികൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലമാണ് സൺ കൊണാർക്ക് ടെമ്പിൾ. കൊണാർക്ക് എന്ന് പറഞ്ഞ പേര് തന്നെ കോൺ ആർക്ക്, കോൺ എന്ന് പറഞ്ഞാൽ കോർണർ, ആർക്ക് എന്ന് പറഞ്ഞാൽ സൂര്യൻ, അങ്ങനെയാണ് കോർണർ ഓഫ് ദ സൺ, അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ. ഇരുപത്തിനാല് വീലുകളുള്ള ഒരു രഥത്തിൻ്റെ രൂപത്തിലാണ് ഈ കൊണാർക്ക് ടെമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 24 വീലുകൾ ഉപയോഗിച്ച് 24 മണിക്കൂറും പ്രോപ്പർ ടൈം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. 2 വീലുകൾ സൺ ഡയലുകളാണ്, ബാക്കിയുള്ള 22 വീലുകൾ മൂൺ ഡയലുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സൂര്യഭഗവാന് വേണ്ടി നിർമ്മിച്ച അമ്പലമാണ് കൊണാർക്ക് ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ കൽച്ചുവരുകളിൽ ഭൂരിഭാഗവും സെക്സ് പൊസിഷനുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അധികം ആർക്കും അറിയാത്ത മറ്റൊരു രഹസ്യം കൂടിയുണ്ട് സൺ കൊണാർക്ക് ടെമ്പിളിന്. ഇതിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ബിംബം എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന വിധത്തിലായിരുന്നു ഇതിൻ്റെ ശില്പി ഇത് ക്രിയേറ്റ് ചെയ്തത്. അതെങ്ങനെയാണ് സാധ്യമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരുന്ന പവർഫുൾ മാഗ്നറ്റ് കാരണമായിരുന്നു ഈ ബിംബം എയറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. നല്ല റൂമല്ലേ? സൂപ്പർ. 800 രൂപയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ബാഡ് ഫീലിംഗ് ആയിരുന്നു. നമ്മൾ 1500-നൊക്കെ റൂം എടുക്കുന്നു, റൂം തീരെ ക്ലീൻ ഇല്ല, ഭയങ്കര ബാഡ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. നമ്മൾ അതിനുശേഷം ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ ഹോം സ്റ്റേസ് ആണ് 2 ദിവസം സെർച്ച് ചെയ്തത്. ഇന്നലെ എടുത്തതും നല്ലൊരു ഹോം സ്റ്റേ ആയിരുന്നു. ഇന്നലെയും 700 രൂപയായിട്ടുള്ളൂ, ഇന്ന് 800 രൂപയായിട്ടുള്ളൂ. നല്ല റൂം, നല്ല ഒരു പോസിറ്റീവ് എനർജി, നല്ല ഫീലിംഗ് ഉണ്ട്. സ്ഥലം എവിടെയാണെന്ന് പറ. സ്ഥലം ഭുവനേശ്വറാണ്. നമ്മൾ ഇന്ന് 2 സ്ഥലങ്ങൾ, 2 ഡെസ്റ്റിനേഷനിലാണ് പോയത്. ഒന്ന് രാവിലെ ജഗന്നാഥ ടെമ്പിൾ, 2 ഉച്ചക്ക് കൊണാർക്ക് സൺ ടെമ്പിൾ. ഈ 2 സ്ഥലത്താണ് നമ്മളിന്ന് കറങ്ങിയത്. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് പുരിയിലാണ്. പുരിയിൽ ഇതേപോലെ തന്നെ ഒരു ഹോം സ്റ്റേ എടുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് രാവിലെ പോയിട്ട് പുരി ജഗന്നാഥ ടെമ്പിൾ കവർ ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് കൊണാർക്ക് സൺ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭുവനേശ്വറിലേക്ക് വന്നു. ഭുവനേശ്വർ എത്തി. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഹോട്ടൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതേപോലെ തന്നെ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസൊക്കെയാണ് ഫുള്ള് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഹോം സ്റ്റേസ് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു ഹോം സ്റ്റേ കണ്ടു. ഇവിടെ വിളിച്ച് ഇവിടെ വന്ന് നോക്കി, നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു, റൂം എടുത്തു.
നമ്മളിന്ന് ഒറീസനോട് യാത്ര പറയുകയാണ്. നമ്മളിന്ന് കൽക്കത്തയിലേക്കല്ലേ? യെസ്. കൽക്കത്തയിലേക്ക് ഏകദേശം 8 hour 47 9 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 9:20. ഒഡീഷ അത്യാവശ്യം അടിപൊളിയായിരുന്നു അല്ലേ? ഓ നല്ലതായിരുന്നു. റോഡിലുള്ള പ്രശ്നം ഒഴികെ റോഡിൽ ഇവരുടെ ഡ്രൈവിംഗ് അത് വേസ്റ്റ് ആട്ടോ. അതൊഴികെ ബാക്കി എല്ലാം നല്ല ആൾക്കാരാണ്. ഞങ്ങൾ 2 ഹോം സ്റ്റേസ് എടുത്തു. അതിൽ 2ഉം നല്ല ആൾക്കാരായിരുന്നു ഹോം സ്റ്റേയിൽ ഉണ്ടായത്. പിന്നെ നമ്മൾ കടകളിൽ കയറിയപ്പോഴും പിന്നെ ഓട്ടോ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട സംസാരിച്ച ആൾക്കാരൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ നിന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ പറയുന്നത് കേട്ടോ. ഒഡീഷയിൽ ഞങ്ങൾക്ക് ഇപ്പം ഒരു 3 days മുകളിലായി, 3-4 days ആയി. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അതർ ദാൻ ഈ ആൾക്കാരുടെ ഡ്രൈവ്. ഈവൻ അന്ന് വണ്ടി മുട്ടിയപ്പോൾ പോലും അവിടുത്തെ ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചത്. കാരണം അവരുടെ നാട്ടുകാരായിട്ട് പോലും ഞങ്ങളെ നോർമലി അറിയാലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പുറത്തൊരാൾ വന്നിട്ട് ഇതായി കഴിഞ്ഞാൽ സ്വന്തം ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുള്ളൂ. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ആസ് ഓഫ് നൗ ഇതുവരെ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഒറീസയിൽ. ഒറീസയിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് ട്രാവൽ ചെയ്യാനും ഒക്കെ. ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സ്റ്റേ ഈ പറഞ്ഞ പോലെ ഹോട്ടൽസ് ഒക്കെ ഭയങ്കര ദൂരന്താണ്. നല്ല ഹോട്ടൽസ് കിട്ടണമെങ്കിൽ ഒരു 5000 മുകളിൽ 4000 മുകളിലൊക്കെ റൂം ആ റേറ്റുള്ള ഹോട്ടൽസ് നോക്കുവാണെങ്കിൽ നല്ല ഹോട്ടൽസ് ആണെന്ന് തോന്നുന്നു. അതല്ലാതെ നമ്മൾ ഈ 1500-2000 ആ റേഞ്ചിൽ നോക്കുവാണെങ്കിൽ വെറുതെ റേറ്റിംഗ് കിട്ടുന്നേ ഉള്ളൂ. ഹോട്ടൽസിൻ്റെ ക്വാളിറ്റി ഭയങ്കര പോറാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഹോം സ്റ്റേസ് നോക്കുന്നതായിരിക്കും. പക്ഷേ ചീപ്പുമാണ്, നല്ല നീറ്റുമാണ്. ഓക്കെ. പിന്നെ ഞങ്ങളിപ്പോൾ കുക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഹോം സ്റ്റേസിൽ കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം. ഇപ്പം നമ്മൾ ഇന്ന് നിന്ന സ്ഥലത്ത് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രാത്രി പാസ്തയും രാവിലെ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഉപ്മാവൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര നല്ലതായിരുന്നു, നല്ല കാര്യമാണ്, കംഫർട്ടബിൾ ആണ്. പാരഡൈസ് കഴിച്ചില്ലേ? അതേ സാധനം. ചെറിയ വ്യത്യാസമുണ്ട്. മട്ടൻ ബിരിയാണിയിൽ മട്ടൻ്റെ ആണോന്നറിയില്ല, ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്.